കോൺഗ്രസ് പ്രതിനിധിയിലേക്കാണ്. അഡ്വക്കേറ്റ് അനൂപ് വി ആർ, ഇന്നിപ്പോൾ വിവിധ പ്രതികരണങ്ങളാണ്. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു, ഇന്നും പ്രതികരിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താഞ്ഞതാണ് ഈ ദുരന്തത്തിനിടയാക്കിയതെന്ന്. പക്ഷേ മന്ത്രി എം പി രാജേഷ് പറഞ്ഞല്ലോ, നാടൊട്ടുക്ക് ഇപ്പോൾ എങ്ങനെയെങ്കിലും ജോയെ രക്ഷിക്കാനുള്ള പ്രാർത്ഥനയോടെ നിൽക്കുന്ന സമയത്ത് സന്നദ്ധ പ്രവർത്തകർ, രക്ഷാപ്രവർത്തകർ ആ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുക എന്ന ഔചിത്യമില്ലാത്ത പരിപാടിയാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. എന്താണ് മറുപടി? സർക്കാരിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സർക്കാർ ചെയ്യേണ്ട, അനിവാര്യമായും പൂർത്തീകരിക്കേണ്ട ചുമതലകളിലെ വീഴ്ചകൾ പറയുമ്പോൾ അത് സർക്കാരിനെതിരെ ഒന്നും പറയാൻ പാടില്ല, നമ്മളൊരു ദുരന്ത മുഖത്താണ് എന്ന് നമ്മൾ ആദ്യമായി കേൾക്കുന്നതല്ല. കഴിഞ്ഞ പ്രളയ സമയത്ത് മുതൽ ഈ പിണറായി ഗവൺമെൻറ്റിൻ്റെ നാളിതുവരെയുള്ള ഭരണം പരിശോധിച്ചാൽ ഓരോ സമയത്തും ഓരോ ദുരന്തത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. ഒരിക്കലത് പ്രളയമായി വന്നു, പിന്നീട് കൊറോണയായി വന്നു. പക്ഷേ പലപ്പോഴും ഈ പ്രളയവുമായൊക്കെ ബന്ധപ്പെട്ട് അന്നുയർന്ന ആക്ഷേപങ്ങൾ നമുക്കറിയാം. അതൊരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആയിരുന്നു. കേരളത്തിലെ തകരാറിലായ വാട്ടർ മാനേജ്മെൻറ്റ്, ഡ്രെയിനേജ് സിസ്റ്റം. ഇപ്പോൾ ദുരന്തം എന്നത് നമ്മൾ പറയുന്നത് എന്തിനാ? അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ദുരന്തമായി നിർവചിക്കുന്നത്. പക്ഷെ കേരളത്തിൽ കാലവർഷവുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങൾ നടക്കുന്നതല്ലേ. 2 ദിവസം മഴ തുടർച്ചയായി പെയ്താൽ കേരളത്തിലെ കാനകൾ നിറഞ്ഞ് കവിയുമെന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതൊരു പതിവ് രീതിയാണ്, അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതല്ല. പക്ഷെ വർഷങ്ങളായി കേരളത്തിലെ ഗവൺമെന്റ് സംവിധാനം അതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഹൈക്കോടതി അത് പരിശോധിക്കേണ്ട നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹൈക്കോടതി ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കാൻ നിർബന്ധിതമായിരിക്കുന്നു എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇന്ന് ഹൈക്കോടതിയുടെ ആദ്യത്തെ വാചകം ഇപ്പോൾ ആരെയും കുറ്റപ്പെടുത്താൻ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. വിശദമായ പരിശോധന നടത്തുന്നുണ്ട് കോടതി 26-ാം തീയതി. പക്ഷേ ഇപ്പോൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് അതിനു പറ്റിയ സമയമല്ല എന്നുകൂടി അർത്ഥമുണ്ട്. അനൂപ്, പ്രതിപക്ഷത്തെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന്റെ ചുമതല എന്താ? പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഭരണപക്ഷത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ്. ഇത് ആദ്യമായി പറയുന്നതല്ലല്ലോ. പ്രളയ സമയത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്നുള്ള വാദം ഉന്നയിച്ചത് പ്രതിപക്ഷം മാത്രമല്ല. ബിഷപ്പ് കൂർലോസ് തിരുമാനിയെ പോലൊരാൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ചൂണ്ടിക്കാണിച്ചത് എന്താ? എല്ലാ പ്രാവശ്യവും പ്രളയം വരില്ല, പിണറായിയുടെ ഗവൺമെന്റിനെ രക്ഷിക്കാനെന്ന് പറഞ്ഞില്ലേ? ഇത് കൃത്യമായി പല ഭാഗത്തു നിന്നും, സിവിൽ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്ന്, പരിസ്ഥിതി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്, ശാസ്ത്രജ്ഞരുടെ ഭാഗത്തു നിന്ന്, മാനേജ്മെന്റ് വിദഗ്ധരുടെ ഭാഗത്തു നിന്ന് ഈ സർക്കാർ ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്ന അലംഭാവം എന്ന് പറയുന്നത് ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോഴും ഈ സർക്കാർ ചെയ്യുന്നത് എന്താ? കുറ്റം റെയിൽവേക്കാണ്. റെയിൽവേയുടെ കുറ്റം നമ്മൾ ചോദ്യം ചെയ്യപ്പെടണം. ഇവിടെ സന്ദേശം സിനിമയിൽ ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് പറയുന്നത് പോലെ ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം റെയിൽവേക്കാണെന്ന് സർക്കാരും സർക്കാരിനാണെന്ന് റെയിൽവേയും പരസ്പരം പഴി ചാരിയതുകൊണ്ട് പരിഹാരമാകുമോ? ഇവിടെ ഈ മാലിന്യം ഒഴുക്കി ആര് വിട്ടാലും അത് സംസ്കരിക്കേണ്ട ചുമതല ഗവൺമെന്റിനില്ലേ? തദ്ദേശ സ്വയംഭരണ വകുപ്പിനില്ലേ? ഇവിടെ നാട്ടിലെ സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് യൂസർ ഫീ മേടിച്ച് മാലിന്യം ഏറ്റുവാങ്ങുന്ന പഞ്ചായത്ത് തല സംവിധാനം ഉള്ളപ്പോൾ ഇത്ര വലിയ മാലിന്യ കൂമ്പാരത്തിന്റെ സംസ്കരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഗവൺമെന്റിന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? പ്രാഥമികമായി 1 മുതൽ 9 വരെ സ്ഥാനങ്ങളിൽ പ്രതി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ്. എന്താണ് സംശയം? ഇത് മുൻപ് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ റെയിൽവേക്ക് നല്ല ഉത്തരവാദിത്തമുണ്ട്. അനൂപ്, റെയിൽവേയുടെ ഭാഗത്തുള്ള വീഴ്ചയിൽ നിങ്ങൾ വലിയ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നില്ല. എല്ലാ ഘട്ടത്തിലും അതുള്ളതാണ്. കേന്ദ്രവുമായി ബന്ധപ്പെട്ട മേഖലയിലേക്ക് നിങ്ങളുടെ വിമർശനം വരുന്നേയില്ല. ഈ സംസ്ഥാനത്തിൽ മാത്രം വട്ടം കറങ്ങിക്കൊണ്ടാണ് പ്രതിപക്ഷ നിലപാടെടുക്കുന്നതെന്നിടത്താണ് നിങ്ങൾ വിമർശിക്കപ്പെടുന്നത്. അനൂപ്, ഞാൻ അനൂപിലേക്ക് Debate with Smriti Parithikad.